ഇന്ന് നമുക്ക് ചീരനെ മാക്സിമം പിശുക്കിയിട്ട് കറി വെച്ചാലോ. ആദ്യം തന്നെ ചീര നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഇതുപോലെ ഒന്ന് പൊട്ടിച്ച് നോക്കുക. അപ്പോൾ ഏറ്റവും സ്മൂത്തായിട്ട് എവിടെയാണ് പൊട്ടണം, ഇനി പൊട്ടുന്ന ഭാഗത്തുനിന്ന് വലിച്ചിട്ട് താഴോട്ട് മാറ്റുക. അപ്പം നാരോട് കൂടി വരും കേട്ടോ. ഇനി ആ ഭാഗം മാറ്റിയിട്ട് ചീരൻ്റെ പൂവും ആവശ്യമില്ലാത്ത ഇലകളൊക്കെ മാറ്റി ചീര ക്ലീൻ ചെയ്തെടുക്കാം. ഇതുപോലെ ചീര എടുക്കണം വെച്ചാൽ ചീര തണ്ടടക്കം നമുക്ക് കറി വയ്ക്കാൻ വേണ്ടി കിട്ടും. അധികം വേസ്റ്റ് വരില്ല. അതിനുശേഷം ഇതിന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞും കൂടി എടുക്കണം. വലിയ തണ്ട് ഇതുപോലെ ഒടിച്ചെടുക്കാം കേട്ടോ. ഒരു കുക്കറിലോട്ട് 2 പിടി പരിപ്പിട്ട് നന്നായിട്ടൊന്ന് കഴുകിയ ശേഷം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് 2 വിസിൽ അടുപ്പിച്ചെടുക്കാം. ചീര ഇതുപോലെ നന്നാക്കി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഒരു തക്കാളി ഒന്ന് കട്ട് ചെയ്ത് ചേർക്കണ്ടേ. വേനച്ചാൽ 2 പച്ചമുളക് ചേർക്കാം, ഇല്ല മുളക് പൊടി ചേർക്കാം. പച്ചമുളകൊന്ന് നെടുകെ കീറിയിട്ട് ചേർത്താൽ മതി. അപ്പോഴേക്ക് പരിപ്പ് വെന്തിയിട്ടുണ്ട്. അതിലോട്ട് ഒരു ഗ്ലാസ്സും കൂടി വെള്ളം ഒഴിച്ച് ഈ കട്ട് ചെയ്തെടുത്ത് ചീരയിട്ടുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പും പിന്നീട് നോക്കിയിട്ട് ചേർക്കാം. എല്ലാം കൂടി ചേർത്ത് നന്നായി തിളപ്പിച്ചെടുക്കാം. ഒരു പിടി നാളികേരത്തിലോട്ട് 1/2 ടീസ്പൂൺ ജീരകവും 2 ചെറിയുള്ളിയും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണേ. ചീര വെന്തോ നോക്കാം. വെന്തോന്നറിയാനായി ഒരു തണ്ടെടുത്തൊന്ന് അമർത്തി നോക്കുക. സ്മൂത്തായിട്ട് പോവാണിച്ചാൽ വെന്തോന്നർത്ഥം. ഇതിപ്പോൾ വെന്തിട്ടില്ല, ഒരു 5 മിനിറ്റ് കൂടി വെക്കാം. 5 മിനിറ്റ് കൊണ്ട് വെന്തോളും കേട്ടോ. ഇനി ചിരകിയിട്ട് നാളികേരവും വെള്ളവും ചേർത്ത് നമുക്ക് ആവശ്യാനുസരണം തിക്കാക്കി എടുക്കാം. കറി താളിക്കാനായിട്ട് ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. എൻ്റെ കടുക് ബൂസ്റ്റ് പാത്രത്തിലാണ് കേട്ടോ. ഇനി 2 വറ്റൽമുളകും കൂടി നമുക്ക് പൊട്ടിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് ചൂടാക്കിയും കൊണ്ട് കറിയിലോട്ട് വെച്ചാൽ നല്ല അടിപൊളി ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിൻ്റെ കൂടി പറ്റുന്ന ചീരക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പം എങ്ങനെയാ, ട്രൈ ചെയ്യല്ലേ.